ഹായ് ഹലോ ദിസ് ഈസ് സന്ധ്യ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ലണ്ടനിലേക്കുള്ള യാത്രയാണ്. എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എങ്ങനെയാവുമെന്നൊന്നും അറിയില്ല. പറ്റുന്ന പോലെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കാൻ നോക്കാം. പിന്നെ ക്യാമറ നോക്കി സംസാരിക്കുന്ന ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇതിപ്പോൾ പോയി ശരിയാവുമായിരിക്കും, നോക്കാം. അപ്പോൾ പോവാം. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് പീറ്റർബറോ എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. ഇവിടെ നിന്ന് ലണ്ടനിലേക്ക് പോകണമെങ്കിൽ ട്രെയിന്, ബസ്സുണ്ട്, പക്ഷേ ട്രെയിനാണ് കൂടുതൽ കൺവീനിയൻസ്. അപ്പോൾ ഇപ്പോൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കേൾക്കുന്ന സൗണ്ട് നമ്മുടെ പീറ്റർബറോ കത്തീഡ്രലിൽ നിന്നുള്ള ബെൽ റിംഗ് ആണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്നൊരു 15 മിനിറ്റ്സ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ സ്റ്റേഷനിലേക്ക്. അപ്പോൾ സ്റ്റേഷനിലെത്തി അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ചെന്നപ്പോഴത്തേക്കിനും അവിടെ ട്രെയിൻ ഉടനെ എത്തിയായിരുന്നു കേട്ടോ. ട്രെയിൻ കറക്റ്റ് ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 1.5 അവർ ടൈമിൽ നമ്മൾ എത്തുകയുണ്ട്. അപ്പോൾ ലണ്ടനിൽ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഇന്ന് ലണ്ടൻ രഥയാത്ര നടക്കുകയായിരുന്നു, ജഗന്നാഥ രഥയാത്ര. അത് വർഷാവർഷം നല്ല ആഘോഷമായിട്ട് തന്നെ നടത്തുന്ന ഒരു ഉത്സവം പോലെയുള്ളൊരു യാത്രയാണ്. ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ലണ്ടനിലും ഇവിടെ UK എവിടെയെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ, അടുത്തുള്ളവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിയാൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ എൻ്റെ ഒരു കസിൻ US വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഫാമിലിയായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ പറ്റിയാച്ചാൽ അത് കഴിഞ്ഞിട്ട് അവരെ ഒന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ട്. ഹൈഡ് പാർക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ലണ്ടൻ കിങ്സ് ക്രോസ് സ്റ്റേഷൻ. ഇതാണ് ലണ്ടൻ ട്യൂബ്. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ട്യൂബ് അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിനകത്തോട്ട് തന്നെ കയറി. അവിടെ ഉണ്ടായിരുന്ന ഒരു സീറ്റിൽ ഞാൻ കയറിയിരുന്നു. അപ്പം ട്യൂബിൽ നിന്ന് ഇറങ്ങി. ട്യൂബിലെപ്പോഴും നല്ല തിരക്കായിരിക്കും. എവറി 2 മിനിറ്റ്സ് നമുക്ക് ട്രെയിൻ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്നാലും തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്കൊരു 10 മിനിറ്റ്സോളം നടക്കാനുണ്ട്. നല്ല സ്റ്റേപ്പാണ് ഇവിടുത്തെ എസ്കലേറ്റർ. ട്യൂബ് സ്റ്റേഷൻ്റെ എസ്കലേറ്റർ ഭയങ്കര സ്റ്റേപ്പായിരിക്കും കേട്ടോ.
മഴയാണ്. ഇനിയിപ്പോൾ ഉള്ള വ്ളോഗിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ പറ്റുന്ന പോലെയൊക്കെ എടുക്കാം. ഈ ഫൗണ്ടൻ പോലെ ഇരിക്കുന്ന ഡ്രിങ്കിങ് വാട്ടർ ആണ് കേട്ടോ. അതിൻ്റെ അടിയിൽ ടാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട്. നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. മഴയുണ്ടാവും എന്നറിയായിരുന്നു. അപ്പോൾ മഴയുള്ളതുകൊണ്ട് തന്നെ റെയിൻ കോട്ടൊക്കെ വെച്ച് ഇനിയുള്ള വാക്കിംഗ് ഇത് കോസ്റ്റ്യൂമിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാർക്കിൻ്റെ അകത്തൂടെയാണ് കേട്ടോ. നല്ല വിശാലമായ പാർക്കാണ്. ഇവിടെ മുഴുവൻ അങ്ങനെയാണല്ലോ, എവിടെ ചെന്നാലും ഒരു പാർക്കുണ്ടാവും. ഇത് മെമ്മോറിയലാണ് കേട്ടോ. ഇത് ബോംബിങ് 1939-45 വാറിൽ ബോംബ് ചെയ്ത് ലൈഫ് ലോസ്റ്റ് ആയവർക്ക് വേണ്ടിയിട്ടുള്ള മെമ്മോറിയലാണിത്. ടൈം ഔട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓടിയിട്ടാണ് റോഡ് ക്രോസ് ചെയ്തത് കേട്ടോ. ഇപ്പം ഗ്രീൻ പാർക്ക്, നമ്മൾ നേരത്തെ നടന്നു വന്നത് ഗ്രീൻ പാർക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഒരു പാർക്കിലോട്ട് എൻ്റർ ചെയ്യാൻ തോന്നുന്നു നമ്മൾ. അപ്പോൾ ഇത് ഹൈഡ് പാർക്കിൻ്റെ എൻട്രൻസ് ആണ്. രഥം ഓൾറെഡി അവിടെ ഉണ്ട്.
അപ്പോൾ രഥയാത്ര നമ്മൾ ട്രഫൽഗർ സ്ക്വയർ വരെ എത്തി എൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കസിൻ US വന്നിട്ടുണ്ട് ഫാമിലിയായിട്ട്. അപ്പോൾ അവരെ മീറ്റ് ചെയ്യാനായിട്ട് ബക്കിംഗ്ഹാം പാലസിലോട്ടാണ് പോകുന്നത്. ബക്കിംഗ്ഹാം പാലസിൻ്റെ ഫ്രണ്ടിൽ മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ ദൂരെ അങ്ങേ അറ്റത്ത് കാണുന്നതാണ് ബക്കിംഗ്ഹാം പാലസ്. ഇനിയിപ്പോൾ അത്രയും ദൂരം അവിടെ നടന്നെത്തണം. പാലസിൻ്റെ അങ്ങനെ ഇവിടെ എത്തി. ഇനിയിപ്പോൾ അവരെവിടെയാണെന്ന് വെച്ചാൽ അവരെ കണ്ടുപിടിക്കണം. നല്ല തിരക്കുണ്ട് ഇന്ന്. ഫോർ പ്രൈവസി റീസൺസ് അവരുടെ ഫോട്ടോസ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ നമ്മൾ തിരിച്ച് ട്രഫൽഗർ സ്ക്വയറിൽ തന്നെ എത്തി. നമ്മൾ കസിൻ്റെയൊക്കെ അവിടെ തന്നെ മീറ്റ് ചെയ്ത് കഴിഞ്ഞു. മീറ്റ് ചെയ്ത് നമ്മൾ രഥയാത്ര ഇവിടെ വന്ന് അവസാനിച്ചപ്പോൾ ഇവിടെ പ്രസാദം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. നമുക്ക് അവരെ കാണാനുള്ള അവരെ ഓൾറെഡി അവിടെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പ്രസാദം വാങ്ങാതെയാണ് നമ്മൾ ബക്കിംഗ്ഹാം പാലസിൽ പോയത്. അപ്പോൾ നമ്മൾ തിരിച്ച് അവരെ മീറ്റ് ചെയ്ത് വന്ന് തിരിച്ച് ട്രഫൽഗർ സ്ക്വയറിൽ തന്നെ എത്തിയിട്ട് ഇപ്പോൾ പ്രസാദത്തിനുള്ള ക്യൂവിലാണ്. പക്ഷേ നല്ല നീണ്ട ക്യൂ ആണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങൾ റെസ്റ്റ് റൂമൊക്കെ പോയിട്ട് വന്നു. ഇനിയിപ്പോൾ ക്യൂ നിന്ന് പ്രസാദം വാങ്ങുക. പ്രസാദമൊക്കെ കഴിച്ചിട്ട് ട്രഫൽഗർ സ്ക്വയറിൽ തന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോയത്. ട്രഫൽഗർ സ്ക്വയറിൽ ഒരുപാട് സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഇറ്റ്സ് ക്വൈറ്റ് ഫേമസ്. പോകുന്ന വഴിക്ക് അവിടെ നിന്ന് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു. മഷ്റൂം 65ഉം ഗോബി 65ഉം സ്റ്റാർട്ടർ ഞങ്ങൾ ഷെയർ ചെയ്താണ് കഴിച്ചത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത കൊത്തു പൊറോട്ട അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അത് കഴിച്ചു തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. പിന്നെ ഒരു ഫിൽറ്റർ കോഫിയും കുടിച്ചു. ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വയറും നിറഞ്ഞു. ഇനിയിപ്പോൾ അതേ തിരിച്ച് പീറ്റർബറോയ്ക്ക് തന്നെ പോകും. ട്യൂബ് സ്റ്റേഷനിലാണിപ്പോൾ. ട്യൂബ് കയറി അവിടെ നിന്ന് ലണ്ടൻ കിങ്സ് ക്രോസിലെത്തി. അവിടെ നിന്ന് ട്രെയിൻ കയറി തിരിച്ച് പോവുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ തിരിച്ച് ലണ്ടൻ കിങ്സ് ക്രോസിലെത്തി. ഇനിയിപ്പോൾ ട്രെയിൻ കയറണം. ട്രെയിൻ ഡിലേ ആയത് കാരണം 1 മണിക്കൂറോളം സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവസാനം പീറ്റർബറോയിൽ എത്തി. സ്റ്റേഷനിൽ നിന്ന് നടന്ന് വീടെത്താറായി. ഒരു 2 മിനിറ്റ് ദൂരമേ ഉള്ളൂ വീടെത്താൻ. ഇപ്പോൾ രാത്രി സമയം 9:45. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം. ഇന്ന് മുഴുവൻ യാത്രയായിരുന്നല്ലോ.
അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുപോലെയുള്ളൊരു വ്ളോഗായിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.